എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ദേശീയപാതയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രെച്ചുകൾ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇതിനു മുമ്പ് തന്നെ പല സ്ട്രെച്ചുകളും ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. അങ്ങനെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള നല്ല ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ അതിനിടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഇടത് സർക്കാർ. അതിന് മുന്നിൽ നിൽക്കുന്നത് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസാണ്. അതുകൂടാതെ മറ്റുള്ള പല ഇടതുപക്ഷ മന്ത്രിമാരുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം സമീപിച്ച തീരുമാനം. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഭാരിച്ച പണച്ചെലവ് നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല എന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഇത് കേരളത്തിനോടുള്ള അനാദരവാണ് എന്ന മട്ടിലാണ് ശ്രീ മുഹമ്മദ് റിയാസ് പറയുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷം ഒന്നാകെ ഈ ഒരു ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ ചടങ്ങിൽ ഒരു ക്ഷണിതാവാണ്. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കുന്നില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ എങ്ങനെ ക്ഷണിക്കാൻ കഴിയും? അദ്ദേഹത്തിനെ മറ്റ് പാർട്ടികളുടെ അധ്യക്ഷന്മാരെ ക്ഷണിക്കാത്തപ്പോൾ എന്ത് പ്രത്യേകതയിലാണ് ക്ഷണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തായാലും ഒരൊറ്റ കാര്യമേ ആമുഖമായിട്ട് പറയാനുള്ളൂ. ശ്രീ മുഹമ്മദ് റിയാസ് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതാണ്. നമുക്കറിയാം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട നടപടികളാണ് ഉള്ളത്. അതിലൊന്ന് സ്ഥലം ഏറ്റെടുപ്പാണ്, രണ്ടാമത്തേത് അതിൻ്റെ നിർമ്മാണ ചെലവാണ്. ഇത് രണ്ടും ഭാരിച്ച ചെലവുകൾ തന്നെയാണ്. കേരളം ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വെച്ച വാഗ്ദാനം എന്താണ് എന്ന് വെച്ചാൽ, സ്ഥലം ഏറ്റെടുപ്പിൻ്റെ 25% തുക കേരളം വഹിക്കും എന്നുള്ളതാണ്. അതായത് അതിൻ്റെ 4/3 ഭാഗമായിട്ടുള്ള 75% പണം കേന്ദ്ര സർക്കാർ വഹിക്കും. അതിൻ്റെ 1/4 പണമായിട്ടുള്ള 25% ഭാഗം സംസ്ഥാന സർക്കാർ വഹിക്കും. അതായത് ഏതാണ്ട് 27,000 കോടി രൂപ കേന്ദ്ര സർക്കാരും 5,600 കോടി രൂപ സംസ്ഥാന സർക്കാരും വഹിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്ലാൻ. അതുകൂടാതെ ഈ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലോക്കലി നൽകേണ്ടുന്ന എല്ലാവിധ അനുമതികളും സംസ്ഥാന സർക്കാർ നൽകും എന്നുള്ളതാണ് അതിൻ്റെ പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പണം സോഴ്സ് ചെയ്യുന്നത് കിഫ്ബിയിൽ നിന്നാണ്. അങ്ങനെ കിഫ്ബിയിൽ നിന്ന് ഇതിനു വേണ്ടുന്ന ഈ 5,600 കോടി രൂപ അനുവദിക്കുന്നു. ബാക്കി ഏതാണ്ട് 27,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പണം കേന്ദ്ര സർക്കാർ മുടക്കുന്നു. അങ്ങനെയാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. ഇനി രണ്ടാമത് ഇതിൻ്റെ നിർമ്മാണ ചെലവാണ്. ആ നിർമ്മാണ ചെലവ് എന്നത് അതിൻ്റെ എസ്റ്റിമേറ്റ് ഏതാണ്ട് 65,000 കോടി രൂപയാണ്. ഇത് പൂർണ്ണമായും, അതായത് 100% വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൈസ പോലും കോൺട്രിബ്യൂഷനായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് ഏതാണ്ട് 90,000 കോടി രൂപയ്ക്ക് മുകളിലും സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് ഏതാണ്ട് 5,600 കോടി രൂപയുമാണ്. ഇതാണ് ഇതിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള സ്പ്ലിറ്റ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 4/1 തുക മാത്രമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ. അതും സോഴ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നല്ല, മറിച്ച് കിഫ്ബിയിൽ നിന്നാണ് അതിനെ സോഴ്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് നമ്മുടെ PWD വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കണം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. കിഫ്ബിയുടെ തലവൻ സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണമുണ്ട്. അതുകൂടാതെ ഈ പദ്ധതിയുമായി വേണ്ട മറ്റുള്ള ലോക്കൽ അപ്രൂവലുകളും മറ്റു പല കാര്യങ്ങളും നൽകേണ്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ മന്ത്രിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണമുണ്ട്. ഇതിൽ യാതൊരു വിധത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ലാത്തത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് ഈ ചടങ്ങിലേക്ക് ക്ഷണമൊന്നും തന്നെ നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, കേന്ദ്രത്തിൽ റോഡ്, അതിൻ്റെ വികസനം, ഗതാഗതം തുടങ്ങിയ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ ചടങ്ങിലേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാകുമ്പോൾ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ, ആരെയൊക്കെ ക്ഷണിക്കണം, ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ എവിടെ വന്നു, എന്തിനെവിടെ വന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സെക്യൂരിറ്റി ചെക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവരാണ് അതിലാരൊക്കെയാണ് സ്റ്റേജിലിരിക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇത് ഇവിടെ മാത്രമല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ സമയത്തും നമ്മൾ കണ്ടതാണ്. അവിടെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണിതാവായിട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ്.
അതുകൊണ്ട് അതിലേക്ക് ഒരാളെ ക്ഷണിച്ചു എന്നത് അവരുടെ ഒരു പ്രൊറഗേറ്റീവാണ് എന്ന് മാത്രം കരുതുന്നതാണ് നല്ലത്. അത് അവരുടെ താല്പര്യമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോക്കോളിന് വിഘാതമായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ക്ഷണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഇല്ല. തന്നെയുമല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആ കാര്യത്തിൽ അന്തിമ വാക്ക്. മറ്റാർക്കും അതിൽ ഒരു തരത്തിലുള്ള അഭിപ്രായത്തിനും പ്രസക്തിയില്ല എന്നുള്ളത് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കണം. ഇനി കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ദേശീയപാതയിൽ പണി പൂർത്തിയായിരുന്ന ഒരു സെഗ്മെന്റിൽ അവിടെ ഒരു ഭാഗം തകർന്നു വീണു എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നത് വലിയ വിവാദമുണ്ടായിരുന്നു. അത് നിർമ്മാതാക്കൾക്കൊക്കെ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്നത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ ഹൈവേ വികസനം എന്നത് പൂർണ്ണമായിട്ടും ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതിൽ ആ മുതൽ ക്ഷ വരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ തകർന്നു വീഴുന്ന സമയത്ത് ഞങ്ങൾക്ക് പങ്കില്ല. പക്ഷേ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ പൂർത്തിയായ സമയത്തുള്ള ഉദ്ഘാടനം അതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് പൂർണ്ണമായിട്ടും ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഇരട്ടത്താപ്പാണ്. സത്യത്തിൽ സംസ്ഥാന സർക്കാരിന് നമ്മുടെ നാട്ടിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിൽ അതിൽ പ്രാദേശികമായിട്ടുള്ള ക്ലിയറൻസ് എല്ലാം നൽകുന്ന കാര്യത്തിൽ ഇതിലൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നത്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ട്, ഇതിൽ ആരൊക്കെയാണ് പണിയെടുക്കേണ്ടത് എന്നതിനുള്ള ടെൻഡറിങ്ങുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഇതിൻ്റെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരും അവർ നിർദ്ദേശിക്കുന്ന ഏജൻസികളും മാത്രമാണ് ഉത്തരവാദിത്തത്തോടുകൂടി അതിൽ ഇടപെടുന്നത്. ഇത് പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഈ മലപ്പുറത്തുണ്ടായിരുന്ന പ്രശ്നത്തിനിടെ വന്നിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഈ നിർമ്മാണത്തിൻ്റെ സകല ഉത്തരവാദിത്വവും കേന്ദ്രത്തിന് കീഴിലുള്ള ദേശീയപാത വികസന അതോറിറ്റിക്കാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. അത് തന്നെയുമല്ല, ഒരു പടി കൂടി കടന്ന് ദേശീയപാതയുടെ തകർച്ചയിൽ സംസ്ഥാന സർക്കാരിനോ പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരല്ല ഇടപെടേണ്ടത്, കേന്ദ്ര സർക്കാരാണ് ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് അന്ന് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയത്. അപ്പോൾ ഇത് മലപ്പുറത്തുള്ള ഒരു ഭാഗത്തിന് മാത്രമായിട്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള അക്വിസിഷനും അവിടെയുള്ള ഇതിൻ്റെ കൺസ്ട്രക്ഷനുള്ള ഉത്തരവാദിത്വവും അവിടെയുള്ള ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരുമാണ് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്ക് നമുക്ക് കരുതാൻ കഴിയില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഗുണമായാലും ദോഷമായാലും അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ഇത്രയും ഭാരിച്ച പണം അവർ മാത്രമാണ് മുടക്കുന്നത്, അല്ലാതെ സംസ്ഥാന സർക്കാരല്ല. അതും കിഫ്ബി വഴി സോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. കാരണം നമുക്കറിയാം, കിഫ്ബി എന്നത് ഒരു ഓഫ് ബജറ്റ് ബോറോയിങ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് ലോക്കൽ ക്ലിയറൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് മറ്റ് പല വകുപ്പുകളിൽ നിന്നുള്ള ആൾക്കാർക്കും അവിടെ ക്ഷണമുണ്ടായിരുന്നത്. അവിടെ ഒരു തരത്തിലും ശ്രീ മുഹമ്മദ് റിയാസ് ഒരു ക്ഷണിതാവാകാനുള്ള ഒരു തരത്തിലുള്ള അർഹതയും അദ്ദേഹത്തിൻ്റെ പദവി കൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പേരിൽ വെറുതെ കരഞ്ഞിട്ടോ, അതിൻ്റെ പേരിൽ പരാതി പറഞ്ഞിട്ടോ, എന്നെ വിളിച്ചില്ല മറ്റവനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കണം. ഇതിൽ രസകരമായ കാര്യം, തന്നെ ക്ഷണിക്കാത്തതുകൊണ്ട് ഇന്ന് ശ്രീ മുഹമ്മദ് റിയാസ് ഈ ദേശീയപാത പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും പിതൃത്വവും ഒക്കെ ഈ സർക്കാരിനാണ് എന്ന മട്ടിലേക്ക് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ പദ്ധതി 2014 ഉപേക്ഷിക്കപ്പെട്ടതാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത ശേഷമാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ കൂടിയാണ് എന്നൊക്കെയാണ് ഇന്ന് ശ്രീ റിയാസ് പറയുന്നത്. ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ തുക ഈ ലാൻഡ് അക്വിസിഷന് വേണ്ടി കൊടുക്കാനായിട്ട് ഒരു സംസ്ഥാനം തയ്യാറായത് ആദ്യമായിട്ടാണ് എന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനവും എത്രയാണ് കോൺട്രിബ്യൂഷൻ നൽകുന്നത് എന്നതിനെക്കുറിച്ച് തീരുമാനമാകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ശ്രീ റിയാസ് ശരിയായി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിന് തയ്യാറായി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും ചെയ്തു. നമ്മളൊരാളിനെ അദ്ദേഹം ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയൊരു സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ക്ഷണിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആൾക്കാരെയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയുമോ ഒക്കെ തന്നെ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു പതിവല്ല എന്ന് ശ്രീ റിയാസ് മനസ്സിലാക്കണം. ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട തലപ്പാടി ചെങ്ങള സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ NH-66 ആ റൂട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏതാണ്ട് 2650 കോടി രൂപ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് പൂർണ്ണമായും വഹിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടില്ല. മറ്റൊന്ന്, വെങ്ങള മുതൽ രാമനാട്ടുകര വരെ നീളുന്ന കോഴിക്കോട് ബൈപ്പാസാണ്.
അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏതാണ്ട് 2140 കോടി രൂപയാണ്. അതിലും നയാ പൈസ സംസ്ഥാന സർക്കാരിൻ്റേതല്ല, പൂർണ്ണമായിട്ടും അതിൻ്റെ തുകയും വഹിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചുരുക്കി പറഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് 5600 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരുന്ന ഒരു പദ്ധതിയിൽ ഞങ്ങൾ ഈ 5600 കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി നേരിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു വകുപ്പിൻ്റെ മന്ത്രിയെ ക്ഷണിക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ശ്രീ റിയാസ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് ഈ പരിപാടിയിൽ പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനുമാണ്. ആ മുതൽ ക്ഷ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതാണ് എന്ന്. ഈ ആ മുതൽ ക്ഷ വരെ എഴുതുന്നതിനിടയിലാണ് ഉ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം എന്നത് നടത്തുമ്പോഴും അത് പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ ടേംസിൽ തന്നെ നടത്താൻ അവർക്ക് അവകാശമുണ്ട് എന്നതിനെക്കുറിച്ച് ശ്രീ റിയാസും ശ്രീ പിണറായി വിജയനും ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിൻ്റെ കൂടി പാർട്ട്ണർഷിപ്പോട് കൂടി നടത്തിയിരിക്കുന്ന പല പദ്ധതികളുടെയും ഉദ്ഘാടനം സ്വന്തമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പല സ്റ്റേജുകളിലുള്ള ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഒരു സമയത്ത് പോലും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുന്നതിന് പോലും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ അപ്രൂവലുകളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹമാണ് ശ്രമിച്ചത്. അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹമാണ് ശ്രമിച്ചത്. ആ സമയത്ത് നമ്മുടെ പ്രതിപക്ഷം ഇതേ ആരോപണം തന്നെ ഈ സർക്കാരിനെതിരെ പറഞ്ഞിരുന്നു. അത് കുറച്ചുകൂടി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആരോപണവുമായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ കോൺഗ്രസിൽ നിന്ന് ആൾക്കാരെ ക്ഷണിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആ ചടങ്ങിൽ പരാമർശിക്കപ്പെട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആകാം, പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് അതിൻ്റെ 4-1 പോലും പാടില്ല എന്ന് പറയുന്നതും ശുദ്ധ ഹിപ്പോക്രസിയാണ്, ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് നിലവിൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഈ ഉദ്ഘാടന വിവാദത്തിൽ അതിനെ കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് ശ്രീ റിയാസിനും ഇടത് സർക്കാരിനും നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പണം കൊണ്ട് കുറേയധികം ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കി ഈ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലുമൊക്കെ അനുവദനീയമായ സ്ഥലങ്ങളിൽ വെച്ചാൽ ഒരുപക്ഷെ ചില അണികളെങ്കിലും ഇതിൽ സംസ്ഥാന സർക്കാരും മുഹമ്മദ് റിയാസും നമ്മുടെ PWD വകുപ്പുമൊക്കെയാണ് വലിയ മുൻകൈ എടുത്തത് എന്ന രീതിയിലത്തേക്ക് തെറ്റിദ്ധരിച്ചുകൊള്ളും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.